കൃഷ്ണ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൊച്ചുമോക്കടെ ബർത്ത്ഡേ ആണ്. ഇവിടെ ഒരു കുഞ്ഞു കൊച്ചുണ്ട്, ഭയങ്കര തെല്ലിപ്പുളി കേട്ടോ. അതാട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വന്നത്. ഇന്ന് സ്കൂളിൽ പോവുക, ഇന്ന് സ്കൂളിൽ വിടുക. അപ്പോൾ മോക്കടെ ബർത്ത്ഡേ ആണ്. മോക്ക് പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച് മോക്കടെ മോള്. അപ്പോൾ അവൾക്ക് വെണ്ടയ്ക്ക വരത്തി ചോറ് കൊടുത്തു വിടണം. പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം. ഇത് ഡ്രസ്സൊക്കെ മേടിച്ചു, ബാക്കി പിന്നെ ഇടാം കേട്ടോ. അവന് തടസ്സം ചെയ്തുകൊണ്ടിരിക്കുക, കമ്മാടിയാ. രാവിലെ നല്ല ജോലിയാണ്. പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് കുറച്ച് വിറക് കിട്ടി. ഭായിമാർ വിളിച്ചു പറഞ്ഞു തലവേദന, തലയിൽ വെച്ച് വിറച്ച് നോക്കാൻ വയ്യ, ഗ്യാസ് തീരെ. എല്ലാം കൂടി രാവിലെ വെള്ളം ചൂടാക്കണം, ചോറ് വെക്കണം, കറി വെക്കണം, ചായക്ക് കടി ഉണ്ടാക്കണം. എല്ലാം ഗ്യാസിൽ തന്നെ പറ്റില്ല. ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു, കറണ്ട് ബില്ല് ഭയങ്കരമല്ലേ. അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ പോയി, രണ്ടുപേരും പറഞ്ഞു വിട്ടു. അടുത്ത ബായി വന്ന് വിളിച്ചു, ചേച്ചി കുറച്ച് വിറകുണ്ടെന്ന്. വിറകിന് പോയി കുറേ വാരി തന്നു. നല്ല സ്നേഹമുള്ളവരാട്ടോ മുസ്ലിങ്ങൾ. അവർ ബംഗാളികളല്ല, ആസാംകാരല്ല, സാനന്തൂറുകാരാണ്. നല്ല പരിചയമുണ്ട്. അവരൊന്ന് ചേച്ചി ബാമറുണ്ട് കൊച്ചിനെ കുന്നുറാകുമ്പോൾ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് വിളിച്ച് കുറേ ഓരോന്ന് വാരി തന്നു. എനിക്ക് വയ്യാത്തല്ലേ, പ്രായമായില്ലേ, വാരി തന്നു. പറക്കി വെക്കും. വിറക് കൊണ്ടുവന്ന് ഇനി ഇത് വാരി വെക്കണം. അടുപ്പിൻ്റെ അടിയിൽ വേണം ഇടാൻ. ഒക്കെ വാരി പറക്കി വെക്കണം. വെണ്ടയ്ക്ക പേര് വെച്ച് കൊച്ചിന് കൊടുത്തു വിട്ടു, ഇരിപ്പുണ്ട്. പക്ഷെ അത് ചേട്ടൻ കൂട്ടത്തില്ല. ഇൻഡക്ഷൻ കുക്കറിലെ കഞ്ഞി വെച്ച് കൊടുത്തിട്ട് എനിക്ക് അടപ്പത്ത് വെക്കണം ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വിറകിന് പോയത്. ഒരു ബായി ഉണ്ട്, പാവപ്പെട്ട ബായിയാണ്. ആ ബായി കുറേയൊക്കെ വാരി തന്നു. തുണി അലക്കാൻ വേണ്ടി മെഷീനിൽ ഇട്ട് വെക്കുക. എൻ്റെ മോൾ എനിക്ക് വാങ്ങി തന്നു. എൻ്റെ കൈ വയ്യാത്തുണ്ട്, കൈ കൊണ്ട് അലക്കാനൊക്കെ വയ്യ. എപ്പോഴും രാത്രിയൊക്കെ അലക്കണുണ്ടപ്പോൾ എൻ്റെ മോൾ എനിക്ക് വാങ്ങി തന്ന മെഷീനകത്ത്. അതിന് മാർഗമൊന്നുമില്ല അവൾക്ക്, എന്നാലും അവളത് വാങ്ങി തന്നു എനിക്ക്. കൈ വയ്യാന്നിട്ട് പണിയൊക്കെ എടുത്ത് ഒക്കെ ജീവിതമൊക്കെ തീർന്നല്ലേ. ഒത്തിരി കൂലിപ്പണിക്കൊക്കെ പോയി സിമെൻ്റൊക്കെ ചുമന്ന് കഷ്ടപ്പെട്ട് തന്നെ ജീവിച്ചതും എല്ലാവരും വളർത്തിയതും. ഇതിന് വിറക് പറക്കി ഇറക്കി വെക്കണം, ബായി തന്നതാണ്. പിന്നെ നീ ചേട്ടന് വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തതുകൊണ്ട് തിരുമ്മി കിടക്കുമല്ലേ, കാലിന് തിരുമ്മായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ പാവയ്ക്ക, ഇത് വെള്ളപ്പാവയ്ക്കായിരുന്നെങ്കിൽ കയ്പ്പ് കുറവായിരുന്നു. ഇത് കയ്പ്പുള്ള പാവയ്ക്ക. ഇത് വളർത്തിയ ഭയങ്കര കയ്പ്പാണ്. അപ്പോൾ പാവയ്ക്ക തീയിൽ വെക്കണം വറുത്ത്. പിന്നെ ഇതിൻ്റെ ചെറിയ ഉണ്ടപ്പാവയ്ക്ക കിട്ടിയ പാവയ്ക്ക എങ്ങനെ വേവിച്ച് തിന്നണേ, കയ്പ്പില്ലാതെ വേവിച്ച് തിന്നണേ എങ്ങനെയാണെന്ന് ഞാനിടാം കേട്ടോ. കിട്ടട്ടെ കേട്ടോ. ഇതാണ് എൻ്റെ അടുക്കള വീട്. വാടകയ്ക്കല്ലേ കിടക്കുന്നത്. ഇത് പാത്രമൊക്കെ എന്നെ സിങ്കിരിക്കുന്നതോടെ വാഷിംഗ് മെഷീൻ വെച്ചേക്കും. ഇത് ഒരു ഹാളാണ്. ഇവിടെ ഡാഡി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഭായിമാർ തന്നു, പാവപ്പെട്ട ഭായിമാർ തന്നു. അവർ പണിതിട്ട് കഴിയുമ്പോൾ അവർ സാനന്തൂർക്ക് പോകും, ഫാമിലിയായിട്ട് പോകുമ്പോൾ അവർ വിളിക്കും, ചേച്ചി ബാ ഇത് കൊണ്ടുപോകാൻ കൊണ്ട് തരും. പിന്നെ എൻ്റെ കൃഷ്ണനെ വെച്ച് പൂജിക്കുന്ന ചെറിയ സ്ഥലം. എൻ്റെ ഉണ്ണിക്കണ്ണന് ഇരിക്കണുണ്ടോ, തിരിഞ്ഞ് നോക്കടാ, നോക്കില്ല അവനങ്ങനെ ഇടയ്ക്ക്. പിന്നെ ഇതൊരു ടേബിളാണ്, അത് കൊടുക്കാൻ ഇട്ടേക്കണം, പുതിയതാണ്. അപ്പോൾ ഒരു ടേബിളുണ്ട് അതിൻ്റെ പേരിൽ. ഇതാർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു, കൊടുക്കണം. പിന്നെ ഒരു ടേബിളാണ് കിടക്കണം, ഗ്ലാസ് ഇട്ടതാണ്. ഗ്ലാസ്സിന് കറുത്ത ഗ്ലാസ്സിൻ്റെ ഇവിടെ ചേട്ടൻ കിടക്കുക. ഇത് സിങ്ക്, അപ്പുറ ബാത്റൂം. 2 ഹാളാണ്. ഇത് ഒരു റൂമാണ്, കൊച്ചുങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കണ ഒരു റൂമ്. ഇത് അടുക്കള. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു അക്ക ഉണ്ടായതിൻ്റെ പേരിൽ ഒത്തിരി പാത്രം കൊണ്ട് തരുമായിരുന്നു. പൈസയ്ക്കാട്ടോ, വെറുതെ അല്ല കേട്ടോ. ഒക്കെ മരിച്ചുപോയി. പാത്രങ്ങളെല്ലാം എപ്പോഴും മാറി നടക്കുന്നതിൻ്റെ പേരിൽ ഒക്കെ എല്ലാം കെട്ടി വെച്ച് വെക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു വീട്ടിലിട്ടുണ്ടായിരുന്നു, ഇവിടം വിട്ട് പോകണവർ. അതെ, പാത്രങ്ങളെല്ലാം വാരി കെട്ടി വെച്ച് വെക്കുക. എന്തിനാ അല്ല, ഇതൊക്കെ പോകുമ്പോൾ കൊടുത്തിട്ടാണ് പോകുള്ളൂ. എല്ലാം കൊടുത്ത് വിറ്റിട്ട് പോകുള്ളൂ. ഞാനും എൻ്റെ ചേട്ടനും ആയിട്ട് മക്കൾ പോയി കഴിയുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൻ്റെ അടുത്ത് പോയിരിക്കും. അത്രയ്ക്ക് വേദനയുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സഹോദരിയിൽ നിന്ന് ഇത്ര മാനസികാവസ്ഥ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണമില്ല, നിസ്സാര കാര്യത്തിനാണ്. നിസ്സാര ഒരു സാരിയുടെ പ്രശ്നം മാത്രമാണ്. ഞാൻ വളർത്തിയതാണ്,
കഷ്ടപ്പെട്ട് ഇതൊക്കെ പറഞ്ഞു. ഇത് ഉടമസ്ഥൻ്റെ വീടാണ്. ഇത് തുണി ഇടാൻ പോണ സ്റ്റെപ്പ്. ഇതാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ്റെ തറവാട്. ഇത് വേറെ ഒരു വീട്ടുകാരുടെ. ഇത് ഇങ്ങനെ തിണ്ണയാണ്. മുകളിലോട്ടും വഴി. ഇത് നെല്ലിക്കുഴി. മൂന്നാർ അടിമാലി വണ്ടി പോകണല്ലേ, അതിപ്പോൾ പോണത് വല ദിവസത്തേക്ക് പോണത് മൂന്നാർ, ഇട ദിവസത്തേക്ക് അങ്ങോട്ട് പോണ വണ്ടികൾ പോണത് പെരുമ്പാവൂർ ആലുവ. ഇത്ര അടുത്ത് കവലയിൽ തന്നെയാണ് താമസിക്കുന്നത്. അക്ഷയുടെ അടുത്ത്. അത് ഞങ്ങളുടെ ഒരു മെമ്പറിൻ്റെ വീടാണ്. ഇതെൻ്റെ ഒരു ചെടി. ഇതെൻ്റെ കരിയാപ്പില ചട്ടിലന്ന് ഞാൻ കാണിച്ചിരുന്നില്ല. ഇപ്പോൾ കരിയാപ്പില നട്ട് ഞാൻ ഈ കരിയാപ്പിലാണ് ഉപയോഗിക്കുന്നത്. പറിക്കുന്നോറും ഉണ്ടായിക്കോളൂ കേട്ടോ. എൻ്റെ കൊച്ചുമോൻ്റെ സൈക്കിള്. ഇത് കൊച്ചുമോക്കൊരു സൈക്കിൾ. ചവിട്ടാനൊന്നും സ്ഥലമില്ല, കൊണ്ട് നടന്ന്. ഇത് കിണറാട്ടോ, നല്ല വെള്ളം. ഇത്രയൊക്കെ ഉള്ളൂ. സ്വന്തം അല്ലാട്ടോ, വാടകയാട്ടോ. അതുപോലെ ചേർന്ന് സോലാണ്ട് തിരുമ്മിട്ട് കിടക്കണ കാല് തിരുമ്മി. സെക്രട്ടറി പണിയായിരുന്നു. ശരി, എന്നാൽ എൻ്റെ വീഡിയോ